CPM-ന് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയെന്നതിന് തെളിവ് ഹാജരാക്കിയാൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന പണി ചെയ്യാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രേവന്ത് റെഡ്ഡി പഴയ ABVP-കാരൻ തന്നെയാണെന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ വർഗീയവാദിയെന്ന് വിളിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM-ന് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ജാള്യത മൂലമാണെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ തെളിവ് ഹാജരാക്കിയാൽ VD സതീശൻ പറയുന്ന കാര്യം ചെയ്യാമെന്നും കൂട്ടിച്ചേർത്തു. ഇലക്ട്രൽ ബോണ്ട് CPIM വാങ്ങി എന്ന് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു VD സതീശൻ. അതിൻ്റെ പരിഹാസ്യതയല്ല ഞാൻ പറയുന്നത്, എന്താണെന്നറിയാം, ജാള്യതയാണ്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന് ജാള്യതയാണ്. വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കപ്പെടണം എന്നാണ് CPM നിലപാട്. തൃശൂരിൽ പൂരത്തിന്റെ ഭാഗമായി പോലീസ് നടപടിക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാകും. പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്നും പരിശോധിക്കും. വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടേണ്ടി വന്നാൽ ആദ്യം ആ കൊടി ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങളായിരിക്കും. അവിടെ വിശ്വാസത്തിന്റെ പേരെ ഉപയോഗിച്ചിട്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അതാ പാർട്ടി നിലപാട്. രേവന്ത് റെഡ്ഡി ഇപ്പോഴും പഴയ ABVP-കാരനായതുകൊണ്ടാണ് പിണറായി വിജയനെ വർഗീയവാദി എന്ന് പറഞ്ഞത്. സ്വർണ്ണക്കടത്തിൽ മുഖ്യപ്രതി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരുമാണ്. സ്വർണത്തിന്റെ ഒന്നാം പ്രതി നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ താവളങ്ങളിൽ നിന്ന്, വിമാനത്താവളങ്ങളിൽ നിന്ന് മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്ത് ഔദ്യോഗികമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നതിന് പിന്നിലുള്ള ആരാ? അത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എല്ലാ എയർപോർട്ടിൽ നിന്നും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻറ്റാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഗവൺമെൻറ് എന്താ ഉത്തരവാദി? കേരളത്തിൽ 20 സീറ്റും LDF നേടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.